Allah. ജയിലിലെ മുട്ടയ്ക്കൊന്നു ഇപ്പൊ സ്വാമില്ലാതെ വന്നിരിക്കുക. അത് ഭായി പച്ചമുട്ട കുടിച്ചോണ്ട് തോന്നിയായിരിക്കും. ഈ പച്ചമുട്ടയുടെ ഗുണം സാറിന് അറിയാൻ മേലാഞ്ഞിട്ട്. ഇത് കുടിച്ചു കുടിച്ചല്ലേ എന്റെ ശരീരം ഇതുപോലായത്. പിന്നൊരു കാര്യം, സൂപ്പറണ്ട് സാറോട് പറഞ്ഞേക്കണം, ഞമ്മക്ക് കുറച്ച് ഫോലും ബ്ലേഡ് വാങ്ങിത്തരേ. പറയാം. ഇവിടുത്തെ കത്തി കൊണ്ട് പഠിച്ചു പഠിച്ച് മുഖം പട്ടി കടിച്ചു പോലെ. സാറിന് വന്നേ, ഞമ്മക്കൊരു കാസറ്റ് വേണം. രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് കാണാൻ പറ്റിയ കാസറ്റ്. മനസ്സിലായി. ഞമ്മക്ക് കുടിക്കാൻ ചൂടുവെള്ളം റെഡി ആയിക്കോളാൻ പറ. ഇത്തവണ നമ്മൾ ഗംഭീരമാക്കും. അടുത്തായിട്ട് നോക്കാം. 1 2 വരുന്നുണ്ടല്ലോ പാട്ടൊക്കെ പാടി. നീ അവിടെ പോയി കിടക്കായിരുന്നു. രാവിലെ റിഹേഴ്സലിന് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? നിന്നോട് ചോദിച്ചു കേട്ടില്ലേ? ഇവന് പൊട്ടു പിടിച്ച ഇതോടെ നിൽക്കണേ വാക്മാൻ. ഇതെന്റെ കൊച്ചാപ്പാന്നതാണ്. നിന്റെ കൊച്ചാപ്പയല്ലടാ കഴിഞ്ഞ മാസം മരിച്ചത്. ഇത് കഴിഞ്ഞ മാസം മരിച്ച കൊച്ചാപ്പയല്ല, ഈ മാസം മരിക്കാൻ നടക്കണ ഒരു കൊച്ചാപ്പയുണ്ട്. മരിക്കാൻ നടക്കണ കൊച്ചാപ്പേ? നടക്കണ കൊച്ചാപ്പയല്ലടാ, മരിക്കാൻ കിടക്കണ കൊച്ചാപ്പ. നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? എടാ, ഇന്നലെ കോട്ടയത്ത് ദുബായിക്കാരുടെ വീട്ടിൽ ഉണ്ണാൻ ചെന്നപ്പോ കണ്ടാണല്ലോ. എടാ സത്യം പറ, ഇത് അവിടെ നിന്ന് പൊക്കിയതല്ലേ? ഇത് പൊക്കിയതൊന്നുമല്ല, ഇത് താഴ്ത്തിയതാണ്. പണ്ടൊരിക്കൽ പാവയെ താഴ്ത്തിന് അനുഭവിച്ചറിയാമല്ലോ. അത് താഴ്ത്തിയതല്ല, അത് പൊക്കിയതാണ്. അത് പൊക്കിയതാണ്. അങ്ങനെ പൊക്കിയിട്ടാണ് അവന്മാര് നമ്മളെ പൊക്കാൻ വന്നത്. താങ്ക്സ്. സോറി. എന്താ എത്ര തിരക്ക്? ഞാൻ മൊത്തത്തിൽ അല്പം തിരക്കില്ല. നമുക്ക് കാര്യമായിട്ട് പരിചയപ്പെടണം, വിശദമായിട്ട് സംസാരിക്കണം. അതെ, മിനിറ്റിൽ ഓട്ടോറിക്ഷയുടെ ശബ്ദം എടുക്കുന്ന ഞാൻ അവർക്ക്. എന്താ ഇത്? സാരമില്ല, വിഷമിക്കാതെ, എനിക്കൊന്നും പറ്റില്ല. എന്താടാ? കാഞ്ഞിരപ്പള്ളിയിൽ ബോംബ് വീണാ? കാഞ്ഞിരപ്പള്ളിയിൽ എന്നിട്ട് ചങ്കിലാ ബോംബ് വീഴാൻ പോകുന്നു. സന്ധ്യയെ പെണ്ണ് കാണാൻ വരുന്ന ആര്? കാഞ്ഞിരപ്പള്ളിയിൽ ഒരു പാർട്ടിക്കാരൻ. ഉടനെ കല്യാണം നടത്തി കാനഡയിലേക്ക് അയക്കാനാ പരിപാടി. റിഹേഴ്സൽ എടുക്കാനും പ്രോഗ്രാം നന്നാക്കാനും ഒന്നും ഇവിടെ ആർക്കും സമയമില്ലല്ലോ. ഓരോരുത്തരുടെ കല്യാണം പ്രോഗ്രാം ഒക്കെ ആണല്ലോ പ്രധാന വിഷയം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നിന്നെ പോലെ കാണുന്ന പെമ്പിള്ളർക്കൊക്കെ എഴുത്തു കൊടുത്ത് നടന്നാൽ ആരും പ്രേമിക്കാൻ വരില്ല. തലയ്ക്ക് അസുഖമാണെന്ന് വിചാരിക്കും. അതെ, ഞാൻ സന്ധ്യക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. നീ പറഞ്ഞേക്ക്, അച്ഛൻ വരികയാണെങ്കിൽ പറയണം. സന്ധ്യക്ക് ഫോൺ ചെയ്യണമെന്ന് പറയാം. അല്ല, സന്ധ്യക്ക് ഫോൺ ചെയ്യാതെ അല്ലെന്ന് പറയാം. അതല്ലടാ, അച്ഛൻ വരികയാണെങ്കിൽ എന്നോട് പറയണം അച്ഛൻ വരുന്നെന്ന്. അത് ഞാൻ പറയാം. അവിടെ നോക്കി. അയ്യോ, സന്ധ്യ എന്താ ഈ പറയുന്നത്? ഞാൻ പറയുന്ന കേക്ക്. അച്ഛൻ അറിഞ്ഞാലെന്താ? പരിപാടി ബുക്കിയെന്ന് അച്ഛൻ അറിയാൻ പാടില്ലേ? അച്ഛൻ അറിയാൻ പാടില്ലാത്ത കള്ളത്തരത്തിനൊന്നും ഞാനില്ല. അപ്പൊ പരിപാടിക്കാണ് സന്ധ്യക്ക് ഒരു 6:30 മണിക്ക്. ഹലോ, 3000 രൂപയിൽ ഒരു പൈസ കുറച്ച് കലാദർശനയുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കണ്ട. സോറി. ആരാ സംസാരിക്കുന്നത്? വിമൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ആണച്ചോ. ഞാൻ സംസാരിക്കാം. എന്താ പറയുന്നത്? പെണ്ണാണച്ചോ. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഞാൻ സംസാരിക്കാന്ന്. ഹലോ സെക്രട്ടറി,
സാബു അല്ല, ഫാദർ തറക്കണ്ട. ആരാ സംസാരിക്കണേന്ന്? ഹലോ ഹലോ. കട്ട് ചെയ്തു. എന്തിനാടാ കട്ട് ചെയ്തതല്ലോ, ഡിസ്കഷൻ ആയതല്ലേ. അതെന്താ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം ഡിസ്കണക്ട് ആവുന്നത്? ചിലപ്പോ അച്ഛനെ പേടിച്ചിട്ടല്ലേ. എന്നെ പേടിക്കാൻ ഞാൻ ഫോണിൽ കൂടി ആ സെക്രട്ടറിയെ പിടിച്ച് വിഴുങ്ങോ? എന്തിനാടാ ചിരിക്കുന്നത്? കിളിയാണോ? അച്ഛനെ നമുക്ക് മിമിക്രി ചേർക്കാറാ. വേണ്ട, അച്ഛന്റെ നമ്പർ കാണിച്ച് ചിരിപ്പിക്കണ്ട. താങ്കൾ വന്നേ. ഓ ആ സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇല്ല. അച്ഛൻ മരിച്ചു കഴിയുമ്പോ മാലയിട്ട് പടം വെക്കാൻ. അല്ല, കർദിനാള് മരിച്ചു കഴിയുമ്പോ മെത്രാന്റെ പടം വെക്കാൻ അല്ലേ? അല്ല, നിനക്കത് മനസ്സിലാവില്ല. ഇവനറിയാം, ഇവൻ ഇങ്ങനെ പോയാൽ ആ പെണ്ണിന്റെ ആൾക്കാർ ഇവനെ തല്ലിക്കൊല്ലും. അപ്പൊ ഇവന്റെ ഒരു ഫോട്ടോ മാലയിട്ട് ഇവിടെ വെക്കേണ്ടി വരും. അയ്യോ, എന്താ വേണ്ടി വരുമോ? വേണ്ടോ? മോനെ വന്നേ. ദാ എത്തിയല്ലോ ഹിപ്പോപ്പൊട്ടാമസ്. യവനെയൊക്കെ കാവൽ നിർത്താൻ പോയ നിന്നെ വേണം തല്ലാൻ. അത് ശരിയാണ്. എന്നാ തല്ലടാ. നീ അത് മറ്റടത്ത് നോക്കി നിന്നിരുന്നു. ആര് നോക്കിയത്? ഞാനല്ലേ നോക്കിയത്. ആ പെണ്ണാണ് എന്നെ നോക്കിയത്. അപ്പോഴാണ് ഞാൻ ആ പെണ്ണിനെ നോക്കിയത്. അപ്പൊ ആ പെണ്ണ എന്നെ നോക്കിയടാ. അപ്പോഴാണ് അച്ഛൻ എന്നെ നോക്കിയത്. ആ എടാ സന്ധ്യയുടെ ഒരു വിവരം അറിയാൻ പറ്റിയിട്ടില്ല. നീ ഒന്നും വിഷമിക്കണ്ട. കല്യാണം കലക്കി തന്ന പോലെ. എങ്ങനെ? അതിനൊരു വഴിയുണ്ടടാ. പറ. കല്യാണത്തിന്റെ അത് വെളുപ്പിനെ നമുക്ക് സന്ധ്യയുടെ കുളിമുറി കയറി ഒളിച്ചിരിക്കാം. എന്തിന്? കുളിക്കാനാ? എന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ആലോചിക്കാം. കല്യാണത്തിന്റെ അന്നാക്കണ്ട. നീ ഇന്നേ ആ ബാത്റൂമിൽ പോയിരുന്ന് ആലോചിക്കും. അത് കറക്റ്റ്. കല്യാണം മുടക്കാൻ എന്റെ കയ്യിൽ ബെസ്റ്റ് ഒരു പ്ലാൻ ഉണ്ട്. അതെന്റെ കയ്യിലുണ്ട്. ഈ ജംഗ്ഷനിൽ വരാതെ ഒരു വണ്ടിക്കും സന്ധ്യയുടെ വീട്ടിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഇടഞ്ഞു വല്ല കുറുക്ക് വഴിയുടെ അങ്ങനെ ഒരു നടന്നു പോയാലോ? ഒന്ന് പോടേ. എന്താണ് വരുന്നത്? നടന്നാണോ വരുന്നത്? പിന്നെ പറഞ്ഞല്ല, ഓർമ്മയുണ്ടല്ലോ. അബദ്ധങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ നിന്റെ അല്ലേ, കാഞ്ഞിരപ്പള്ളിക്കാരെ കണ്ടാൽ ഇങ്ങനെ തിരിച്ചറിയും. എടാ, പെണ്ണ് കാണാൻ വരുന്നവർക്ക് ഒരു സ്റ്റൈലുണ്ട്. കാനഡയിൽ എഞ്ചിനീയർ ആകുമ്പോ നല്ല വെളുത്ത് സുന്ദരനായി എന്നെ പോലെ ഇരിക്കും. അതുമല്ല, കാഞ്ഞിരപ്പള്ളിക്കാരനാണെങ്കിൽ നല്ല റബ്ബർ പാലിന്റെ മണമുണ്ടാവും നിന്നെ പോലെ. ചവിട്ടീന്റെ കോട്ടയം രജിസ്ട്രേഷനാ. നിറച്ച് ആൾക്കാരും ഉണ്ട്. ഇതന്നെ സംഭവം. അറിഞ്ഞോ? നീ ജീവിച്ചിരിക്കില്ലെങ്കിൽ പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല. അതങ്ങ് ജോണിക്കുട്ടി. ഇവനെ ആശ്വസിപ്പിച്ചു. നിങ്ങൾ പെണ്ണ് കാണാൻ പോകുന്നവർ തന്നെയല്ലേ? തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ 2 ജീവിതങ്ങളാണ് തകരാൻ പോകുന്നത്. എന്തൊരു പരീക്ഷയാണിത്. ഒരപേക്ഷയുണ്ട്. നിങ്ങൾ കാണാൻ പോകുന്ന പെൺകുട്ടി യവനുമായി ഘോര പ്രേമത്തിലാണ്. ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ കുട്ടിക്ക് വേറെ വിവാഹം നടക്കുകയാണെങ്കിൽ യവൻ പിന്നെ ജീവിച്ചിരിക്കില്ല മുതലാളി. അയ്യോ, കരയാതെ ജോണി. അതെ, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. മുതലാളി നല്ല ബുദ്ധിയുള്ള ആളാ. നമ്മൾ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയും ക്ഷേമൂഷിയും മുതലാളിക്കുണ്ട്. അല്ലേ മുതലാളി? ഇപ്പൊ എങ്ങനെയുള്ളൂ? തനിക്ക് കമ്മീഷൻ കിട്ടിയാൽ മതിയല്ലോ. അയ്യോ, അവര് വലിയ കുടുംബക്കാരാ. ഓരോടുന്ന് അവന്റെ ഒരു കുടുംബ മഹിമ. പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്ക് നേരിൽ കാണാൻ പറ്റി. അപ്പൊ നമുക്ക് അവിടെ വരെ പോയിട്ട് വന്നാൽ മിണ്ടരുത്. വണ്ടിക്കാറ്. വളരെ സന്തോഷം. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഈ നാടിന്റെ ആവശ്യം തന്നെ. മുതലാളിയെ പോലുള്ളവരുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. അവരട്ടെ. പെട്രോൾ ഉണ്ടല്ലോ. വണ്ടി വീട്ടിൽ കയറാം. നേരെ റിവേഴ്സ് എടുത്ത് പോയാൽ മതി. എന്തിനാ കരയുന്നു? എന്തിനാന്ന്? അവര് പോയത് കരഞ്ഞു പോയതാണ്.